ലൈംഗിക ബന്ധത്തിൻ്റെ വിഷയം വരുമ്പോഴെല്ലാം അമിതമായി ധാർമ്മികത പുലർത്തുന്ന, പെട്ടെന്ന് അസ്വസ്ഥനാകുന്ന അല്ലെങ്കിൽ വിചിത്രമായി അഭിപ്രായം പറയുന്ന ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ പുറമേക്ക് അച്ചടക്കമുള്ളതോ മൂല്യങ്ങളുള്ളതായോ പക്വതയുള്ളവനായോ ആയി തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ അരക്ഷിതാവസ്ഥയായിരിക്കാം. ഇന്ന് ലൈംഗികതയെക്കുറിച്ച് നെഗറ്റീവ് വിശ്വാസങ്ങൾ പുലർത്തുന്ന പുരുഷന്മാരുടെ 5 സൂക്ഷ്മ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ മനോഭാവങ്ങൾ ബന്ധങ്ങളെയും ആത്മവിശ്വാസത്തെയും വൈകാരിക ബന്ധത്തെയും എങ്ങനെ നിശബ്ദമായി ബാധിക്കുമെന്നും നമുക്ക് പരിശോധിക്കാം. ലൈംഗികത മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമാണ്. അത് വികാരങ്ങൾ, ആശയവിനിമയം, വിശ്വാസം, ആത്മവിശ്വാസം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ആശയങ്ങളുമായി വളരുന്നില്ല. ചില പുരുഷന്മാർ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ഭയം, കുറ്റബോധം അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്നിവ വളർത്തിയെടുക്കുന്നു. ഈ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിനു പകരം അവർ അവയെ ധാർമ്മികമായ അഭിപ്രായ പ്രകടനം, കർക്കശമായ ചിന്ത അല്ലെങ്കിൽ വൈകാരിക അകലം എന്നിവയ്ക്കു പിന്നിൽ മറച്ചേക്കാം. ഈ പാറ്റേണുകൾ തിരിച്ചറിയുന്നത് ആരെയും കുറ്റപ്പെടുത്തലല്ല, വിശ്വാസങ്ങൾ പെരുമാറ്റത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും അവബോധം എങ്ങനെ ആരോഗ്യകരമായ ബന്ധങ്ങളിലേക്ക് നയിക്കുമെന്നും മനസ്സിലാക്കുന്നതിനു വേണ്ടി ലൈംഗിക ബന്ധത്തിൽ നിന്നും പിൻവലിയാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ 5 ലക്ഷണങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. 1. അവർ ധാർമ്മിക ശ്രേഷ്ഠതയ്ക്ക് പിന്നിൽ അരക്ഷിതാവസ്ഥ മറക്കുന്നു. സ്വന്തം ലൈംഗികതയെക്കുറിച്ച് അരക്ഷിതാവസ്ഥ തോന്നുന്ന പുരുഷന്മാർ പലപ്പോഴും സ്വയം അങ്ങേയറ്റം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിക്കാണിച്ചോ പരമ്പരാഗത വിശ്വാസമോ ആചാരമോ അവതരിപ്പിക്കുന്നതിലൂടെയോ അരക്ഷിതാവസ്ഥ മറക്കുന്നു. അവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ അച്ചടക്കമുള്ളവരോ സാംസ്കാരികമായി ശരിയോ ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചേക്കാം. എന്നാൽ പല കേസുകളിലും ഇത് യഥാർത്ഥ ആത്മവിശ്വാസമല്ല, ഇത് ഒരു സംരക്ഷണ മുഖംമൂടിയാണ്. ലൈംഗിക ബന്ധത്തിൽ ഒരാൾക്ക് പോരായ്മ ഉണ്ടെങ്കിലോ ലൈംഗിക ശേഷിക്കുറവോ താൽപ്പര്യക്കുറവോ ഉത്കണ്ഠയോ തോന്നുമ്പോൾ അവരുടെ ആശയക്കുഴപ്പമോ ദുർബലതയോ സമ്മതിക്കുന്നതിന് പകരം അത് പൂർണ്ണമായും നിരസിക്കുന്നതാണ് സുരക്ഷിതമെന്ന് തോന്നാം. അതിനാൽ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനു പകരം അവർ നിയന്ത്രണത്തിലാണെന്ന് തോന്നിപ്പിക്കുന്ന കർശനമായ ധാർമ്മിക അഭിപ്രായങ്ങളിൽ അഭയം തേടുന്നു. 2. സ്വന്തം പെരുമാറ്റം മാത്രമാണ് ശരിയെന്നും മറ്റുള്ളവ തെറ്റാണെന്നും വിശ്വസിക്കുക. മറ്റൊരു പൊതു ലക്ഷണം കർക്കശമായ അഭിപ്രായ പ്രകടനവും മുൻവിധി കൽപ്പിക്കലുമാണ്. അത്തരം പുരുഷന്മാർ പലപ്പോഴും കരുതുന്നത് അവരുടെ തിരഞ്ഞെടുപ്പുകൾ, ജീവിതശൈലി അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ എന്നിവ മാത്രമാണ് സ്വീകാര്യമായത് എന്നാണ്. അവർ വ്യത്യസ്തമായി ജീവിക്കുമ്പോൾ പോലും മറ്റുള്ളവരെ അനുചിതം, അധാർമികം അല്ലെങ്കിൽ സംസ്കാരത്തിന് എതിരായത് എന്ന് മുദ്രകുത്തിയേക്കാം. സ്വന്തം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുമെന്ന ഭയത്തിൽ നിന്നാണ് സാധാരണയായി ഈ മാനസികാവസ്ഥ ഉണ്ടാകുന്നത്. ഒരാൾ സുരക്ഷിതനായിരിക്കുമ്പോൾ അവർക്ക് വൈവിധ്യത്തെ അംഗീകരിക്കാൻ കഴിയും. എന്നാൽ ഒരാൾക്ക് ഉറപ്പില്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ട് അവർ പലപ്പോഴും സ്വയം സംരക്ഷിക്കുന്നു. ഇത് വൈകാരിക അകലം സൃഷ്ടിക്കുകയും ബന്ധങ്ങളെക്കുറിച്ചുള്ള ആരോഗ്യകരമായ സംഭാഷണങ്ങൾ വളരെ പ്രയാസകരമാക്കുകയും ചെയ്യുന്നു. 3. പുതിയ കാഴ്ചപ്പാടുകൾ പഠിക്കുന്നതിനോ പര്യവേക്ഷണം ചെയ്യുന്നതിനോ അവർ താൽപ്പര്യം കാണിക്കില്ല. ആരോഗ്യകരമായ അടുപ്പത്തിൽ ജിജ്ഞാസ ഉൾപ്പെടുന്നു. ശാരീരിക ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല, വൈകാരിക ധാരണ, ആശയവിനിമയം, പരസ്പര ആശ്വാസം എന്നിവയെക്കുറിച്ചും പുതുതായി എന്തെങ്കിലും കണ്ടെത്തുന്നതിനെക്കുറിച്ചും ജിജ്ഞാസ ഉൾപ്പെടുന്നു. എന്നാൽ ലൈംഗികതയെക്കുറിച്ച്
നെഗറ്റീവ് വിശ്വാസങ്ങളുള്ള പുരുഷന്മാർ പലപ്പോഴും പുതിയ എന്തിനേയും എതിർക്കുന്നു. അവർ സംഭാഷണങ്ങൾ ഒഴിവാക്കുകയോ വിദ്യാഭ്യാസം നിരസിക്കുകയോ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആധുനിക ആശയങ്ങൾ തള്ളിക്കളയുകയോ ചെയ്തേക്കാം. ഇതിനർത്ഥം എല്ലാവരും അവരുടെ മൂല്യങ്ങൾ പരീക്ഷിക്കുകയോ മാറ്റുകയോ ചെയ്യണമെന്നല്ല. എന്നാൽ പഠനത്തോടുള്ള പൂർണ്ണമായ പ്രതിരോധം സാധാരണയായി ബോധ്യത്തേക്കാൾ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളർച്ചയ്ക്ക് തുറന്ന മനസ്സ് ആവശ്യമാണ്. അതില്ലെങ്കിൽ ബന്ധങ്ങൾ കർക്കശവും തർക്കവും പരസ്പരം തെറ്റിപ്പിരിയുന്നതുമായി മാറും. 4. അവർ വൈകാരികമായി വളരെ അടുപ്പമുള്ളവരാണ്, പക്ഷേ മാനസികമായി അമിതമായി വിശകലനം ചെയ്യുന്നു. ഈ പുരുഷന്മാർ പലപ്പോഴും ധാരാളം ചിന്തിക്കുന്നു, പക്ഷേ വളരെ കുറച്ചു മാത്രമേ ലൈംഗിക അടുപ്പം ബാഹ്യമായി അനുഭവപ്പെടുന്നുള്ളൂ. അവർ ബന്ധത്തെ മനസ്സിലാക്കാനുള്ള ഒരു അനുഭവം എന്നതിലുപരി അഭിപ്രായ പ്രകടനത്തിനും മുൻവിധി കൽപ്പിക്കാനുമുള്ള ഒരു പ്രശ്നം എന്ന നിലയിലാണ് അവർ ബന്ധത്തെ സമീപിക്കുന്നത്. വൈകാരികമായി ജാഗ്രത പാലിക്കുന്നതിനാൽ അവർ ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വിമർശിക്കാൻ പ്രവണത കാണിക്കുന്നു. അവർ മറ്റുള്ളവരുടെ പെരുമാറ്റം വിശകലനം ചെയ്തേക്കാം, അവരുടെ ഉദ്ദേശങ്ങളെ ചോദ്യം ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ബന്ധങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചേക്കാം. ഈ നിരന്തരമായ വിമർശനാത്മക മനോഭാവം പലപ്പോഴും ദുർബലതയോടുള്ള അസ്വസ്ഥതയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരാൾ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പാടുപെടുമ്പോൾ വൈകാരികമായി പങ്കെടുക്കുന്നതിനു പകരം അകലെ നിന്ന് എല്ലാം വിലയിരുത്തുന്നത് എളുപ്പമാകും. 5. മറ്റുള്ളവർ ലൈംഗികതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഏറ്റവും വ്യക്തമായ ലക്ഷണങ്ങളിലൊന്ന് ശക്തമായ അസ്വസ്ഥതയാണ്. ബന്ധങ്ങളെക്കുറിച്ചോ അടുപ്പത്തെക്കുറിച്ചോ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചോ ഉള്ള സംഭാഷണങ്ങൾ അവർ കേൾക്കുമ്പോൾ അവർ പ്രകോപനം, അസ്വസ്ഥത അല്ലെങ്കിൽ കോപം എന്നിവയാൽ പോലും പ്രതികരിച്ചേക്കാം. ചിലപ്പോൾ അവർ വിഷയം പൂർണ്ണമായും ഒഴിവാക്കുന്നു, മറ്റു ചിലപ്പോൾ അവർ അത് വേഗത്തിൽ ചർച്ച വഴിമാറ്റാൻ ശ്രമിക്കുന്നു. സംഭാഷണത്തെക്കുറിച്ച് ഈ പ്രതികരണം വളരെ അപൂർവമാണ്. ഇത് പലപ്പോഴും ആന്തരിക സംഘർഷത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സ്വാഭാവിക മനുഷ്യ വികാരങ്ങൾക്കും പഠിച്ച ലജ്ജ അല്ലെങ്കിൽ ഭയത്തിനും ഇടയിലുള്ളതാണ്. ആ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിന് പകരം അവർ അത് തള്ളിക്കളയുന്നു, അസ്വസ്ഥത പുറമെ പ്രകടമാക്കുന്നു. ഇതുവരെ ചർച്ച ചെയ്ത ഈ 5 അടയാളങ്ങൾ മനസ്സിലാക്കുക എന്നത് ആരെയും നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന് മുദ്ര കുത്തുക എന്നതല്ല. ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സന്ദേശങ്ങളുമായിട്ടാണ് പലരും വളരുന്നത്. സംസ്കാരം, വളർന്നു വന്ന സാഹചര്യം, ഭയം അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങൾ എന്നിവയെല്ലാം ഒരാൾ ലൈംഗികതയെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെ രൂപപ്പെടുത്തും. എന്നാൽ അവബോധം ശക്തമാണ്. ആളുകൾ അവരുടെ വിശ്വാസങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് വളരാനും നന്നായി ആശയവിനിമയം നടത്താനും ആരോഗ്യകരമായ വൈകാരിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനുമുള്ള അവസരം ലഭിക്കും. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.